ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്നൊരു 33 ഇഞ്ച് ബ്ലൗസാണ് വെട്ടുന്നത്. ആളിൻ്റെ വണ്ണമാണ് 33 ഇഞ്ച്. അതിൻ്റെ ബാക്ക് പാർട്ട് വെട്ടുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇവിടെ തുണി ഞാൻ രീതിയിൽ മടക്കിയിട്ടുണ്ട്. മൂന്നിന് ഒരു 34, അതിൻ്റെ 4 എടുക്കണം. 4 പറയുമ്പോൾ 8.5 വരും. ഒക്കെ ലെങ്ത് 14 വേണ്ടുന്നത്. തയ്യൽ തുമ്പും എല്ലാം കൂടെ ചേർത്ത് 15 എടുത്തിട്ടുണ്ട്. അതേപോലെ ഷോൾഡർ 4.5 വേണ്ടുന്നത്. ഇവിടെ ഷോൾഡർ 4.5 എടുത്ത് 2.25 ഇങ്ങോട്ട് മാറ്റി നെക്കിന് അടയാളപ്പെടുത്താം. നെക്കിൻ്റെ ഇറക്കം 7 വേണ്ടുന്നത്. നമ്മൾ അളവെടുക്കുമ്പോൾ 8 എടുത്ത് വരച്ച് വെട്ടണം. അതേപോലെ തന്നെ ഇവിടെ ഒരു ട്രിക്കുണ്ട്. 8.5 നെക്കിൻ്റെ ഭാഗത്തുനിന്ന് 8.5 മാറ്റി അടയാളപ്പെടുത്തണം. ഇനി ആംഹോൾ വരയ്ക്കാം. 6.25 വേണ്ടുന്നത്. അതായത് 12.5 ഇഞ്ച് വണ്ണമാണ്. 6.25 വേണം. നമുക്ക് ജസ്റ്റ് ഇവിടെ നിന്ന് അടയാളപ്പെടുത്തിയിട്ട് അത് 6.25 റൗണ്ട് ആ നെക്കിൻ്റെ ആംഹോളിൻ്റെ ഷേപ്പ് വരച്ച് വരുമ്പോൾ ഒരു 3/4 ഇഞ്ചും കൂടെ കൂടുതൽ കിട്ടും. അതനുസരിച്ച് വേണം നമുക്കിവിടെ അടയാളപ്പെടുത്താൻ. ഇത് നമ്മൾ ഇവിടെ നിന്ന് ജസ്റ്റ് മാർക്ക് ചെയ്തിട്ട് ഇങ്ങനെ ചരിച്ച് വെച്ച് നോക്കണം. അപ്പോൾ 5 ഇഞ്ച് ആ ഷോൾഡറിൽ നിന്നും 5 ഇഞ്ച് താഴോട്ട് മാർക്ക് ചെയ്ത് വരയ്ക്കാം. അപ്പോൾ കറക്റ്റ് അളവ് കിട്ടും. ആ ബോഡിയുടെ ആംഹോളും സ്ലീവിന് ആംഹോളും തമ്മിൽ തിരിഞ്ഞു പോകത്തില്ല. ഒരേ അളവ് തന്നെ ആയിരിക്കും. രണ്ടും ഒരേ അളവ് തന്നെ ആയിരിക്കും. അത് മാറിപ്പോകത്തില്ല. ആ രീതിയിൽ വേണം നമ്മൾ സ്ലീവിൻ്റെ ആംഹോളും വരച്ച് വെട്ടാൻ. ഇനി ഇതിനെ വെട്ടിയെടുക്കാം. ഇങ്ങനെ ബാക്ക് ഭാഗമാണ് ആദ്യം വെട്ടിയെടുക്കുന്നത്. ഈ ട്രിക്ക് മനസ്സിലാക്കിയിരുന്നാൽ ബ്ലൗസിന് കറക്റ്റ് അളവ് തന്നെ മുകൾ ഭാഗത്ത് കിട്ടും. ആംഹോളും സ്ലീവും തമ്മിൽ വ്യത്യാസം വരില്ല. അതിന് ശേഷം നമുക്കിനി ഫ്രണ്ട് ഭാഗം വെട്ടാം. ഫ്രണ്ട് പാർട്ട് വെട്ടുന്നത് ഇതേപോലെ വയ്ക്കുക. ബാക്ക് പാർട്ട് ഈ ഷേപ്പിൽ വയ്ക്കുക. അത് ഒരു 1/2 ഇഞ്ച് നെക്ക് 1/2 ഇഞ്ച് കുറച്ച് വേണം അടയാളപ്പെടുത്തുക. എന്ന് പറഞ്ഞാൽ നെക്കിൻ്റെ അകലം ഒരു 1/2 ഇഞ്ച് ഈ ബാക്ക് നെക്കിൻ്റെ അകലത്തിൽ നിന്ന് 1/2 ഇഞ്ച് കുറച്ച് അടയാളപ്പെടുത്തുക. ആ ഫ്രണ്ട് പാർട്ട് വരയ്ക്കുകയാണ്. അത് ബാക്ക് പാർട്ടിൽ നിന്നിൻ്റെ നെക്കിൽ നിന്ന് ഒരു 1/2 ഇഞ്ച് കുറച്ച് വേണം അടയാളം മാർക്ക് ചെയ്യാൻ. ഈ ഷേപ്പ് ഇവിടെ ഒന്ന് കുഴിച്ച് വെട്ടാം. ഫ്രണ്ട് പാർട്ടായതുകൊണ്ട് ശകലം കൂടെ കുഴിച്ച് വെട്ടാം. ഒരു 1/4 ഇഞ്ച് ഇങ്ങോട്ട് മാറ്റി കുഴിച്ച് വെട്ടാം. അതേപോലെ ഫ്രണ്ട് നെക്കാണ്. ഒരു 7 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് താഴോട്ട് ഒരു 7 ഇഞ്ച് മാർക്ക് ചെയ്ത് ഇവിടുന്ന് ഒരു 2.25 ഇഞ്ച് വരെ ചരിച്ച്
ഷേപ്പ് വരച്ചതിന് ശേഷം ഷേപ്പ് വരയ്ക്കാം. ഈ പോയിൻ്റാണ് ഷോൾഡറിൽ നിന്നും 10 ഇഞ്ച് താഴോട്ട്, ഇതേപോലെ ഈ എൻഡിൽ നിന്നും 3.25 അകലം താഴോട്ട് ഒരു 2.25, അതേപോലെ 1.25 അകലം ഈ ചരിച്ച് വരയ്ക്കും. ഇത് വെട്ടിയെടുക്കാം. ഇനി അപ്പുറത്തെ സൈഡിൽ മറു സൈഡിൽ ഇതേപോലെ ഷേപ്പ് വരയ്ക്കാം. അതുപോലെ തന്നെ മറു സൈഡിലും വരയ്ക്കണം. അതൊരു 4 ഇഞ്ച് ഇങ്ങോട്ട് മാറ്റി വേണം ഈ പോയിൻറ്റും അടയാളപ്പെടുത്താൻ. ഈ സ്ലീവും കട്ടിങ്ങും അടുത്ത വീഡിയോയിൽ പറയാം. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെയുള്ള ബെൽ ബട്ടൺ കൂടി അമർത്തുക.